ബർത്ത് സ്റ്റോണ് എന്ന് പറയുന്നത് ഒരാൾ രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനും തയ്യാറായി ഉറക്കമെണീറ്റ് ആക്റ്റീവായി നിൽക്കുന്ന സമയത്തെയാണ് നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയണേ. പലരും രാവിലെ ഉറക്കമൊഴിച്ച് ഗുഡ് ഈവനിങ് ആയിട്ടിരിക്കും. കാരണം ഇന്നിനി പോകണോ, സ്കൂളിൽ പോകണോ, ഇന്നിനി ജോലിക്ക് പോകണോ, ജോലിക്ക് പോകാതിരിക്കാൻ എന്ത് വഴി, ഇങ്ങനെ ലേസി ആയിട്ടിരിക്കും. ഇതെന്തുകൊണ്ടാണ്? അവർക്ക് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ പറയുമെങ്കിലും അവരിയ്ക്കുന്ന ഗുഡ് ഈവനിങ് ആയിട്ടാണ്. ഇവരെ ഗുഡ് മോർണിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബർത്ത് സ്റ്റോൺ ധരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മളെപ്പോഴും എനർജറ്റിക് ആയിരിക്കും. ഈ കല്ലിൻ്റെ റേഡിയേഷൻ ചെയ്യണത് നമ്മളെ എനർജറ്റിക് ആക്കി എപ്പോഴും. ഇപ്പോൾ വൈകുന്നേരവും ഗുഡ് മോർണിംഗ് ആയിട്ടിരിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ പകൽ ഗുഡ് മോർണിംഗ് ആയിട്ടിരിക്കണം. രാത്രി സമയമുണ്ടല്ലോ, അപ്പോൾ രാത്രി ഉറങ്ങുകയും ലേസി ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ രാവിലെ തൊട്ട് നമ്മൾ ആക്റ്റീവായിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ബർത്ത് സ്റ്റോൺ. ലക്കി സ്റ്റോൺ അതല്ല. ഇതൊന്നുമല്ല ലക്കി സ്റ്റോൺ. പലരും വളരെ കടന്ന് കഷ്ടപ്പെടും, പല കാര്യങ്ങൾ ചെയ്യും. ഒരേ സമയത്ത് തന്നെ അവർ ഒന്നിലധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പക്ഷേ റിസൾട്ടില്ല. 100 കയ്യിൽ വരുമ്പോൾ 150 ചിലവ്. എത്ര പൈസ വന്നാലും നിൽക്കത്തില്ല. നമ്മൾ അതേ ശമ്പളം വാങ്ങിക്കുന്നവരൊക്കെ സമ്പാദിച്ച് കൂട്ടുമ്പോൾ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. നമ്മളെ കയ്യിൽ നോക്കുമ്പോൾ വരവ് കായും ചിലവ് കായും തുല്യം ആക്കി ഇല്ല എന്ന് പറയും പോലെ ഒരു പൈസ ഇല്ലാത്ത അവസ്ഥ. പലരും അങ്ങനെ പോകും. അപ്പോൾ അതേ ശമ്പളം വാങ്ങിച്ച് അതേ റാങ്കിൽ ജോലി ചെയ്യുന്നവർ ശരിക്കും സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ നാനാവിധമായി പൈസ ചിലവാക്കിയൊന്നും ചെയ്യണമല്ല. എങ്ങനെയെങ്കിലും പൈസ പോയി കിട്ടും. കയ്യിൽ പൈസ വരാൻ നോക്കിയിരിക്കും പോലെയാണ്. 100 വരുമ്പോൾ 150ൻ്റെ ചിലവ് വന്ന് പോകും. അപ്പോൾ നമ്മൾ പോണ കാര്യം വിജയിക്കണം, നമുക്ക് പൈസ വരണം, സാമ്പത്തിക നേട്ടം ഉണ്ടാവണം, നമുക്ക് നാൾക്ക് നാൾ മേന്മ അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി വരണം. അതിന് വേണ്ടി ധരിക്കുന്നതാണ് ലക്കി സ്റ്റോൺ. ഇപ്പോൾ 2 കല്ലുകളെ ഞാൻ ലഘുവായി പറഞ്ഞു തന്നുവെന്ന് മാത്രം.